പക്ഷെ ഞാനൊരു ഈശ്വരാത്മാഭജന പ്രതീക്ഷിച്ചു. അതിന് ഇന്നലെ സുന്ദരത്തില് 100 മണിക്കൂർ ഭജന നടക്കാൻ ചെന്നൈയിലെ സ്വാമിയുടെ ആശ്രമത്തിൽ ആ കണ്ണ് കാണാത്ത മേനക പൗഡർ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഭഗവാന് മഴ പെയ്ച്ചു. അവിടെ നല്ലാതെ ഈ ആർത്തർക്ക് ദുഃഖിതർക്ക് വേറെ ആരാണുള്ളത് എന്ന അർത്ഥത്തിലുള്ള ആ വരികള് പാടുമ്പോ മേനകയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അന്ധയായിട്ടുള്ള ആ കുട്ടി സുന്ദരത്തിൽ ഇരുന്ന് പാടുമ്പോ തകർത്ത് പെയ്തു മഴ. അല്ല, ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടു കാണുമായിരുന്നു. ആ ഭഗവാൻ നിശ്ചയമായിട്ടും സന്നിഹിതനാണ്, അതിന് സംശയമില്ലല്ലോ. കാരണം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഈ ദിവസം. മാതാവ് ഭഗവാന് ഈശ്വരാമയെ വിശേഷിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെ കിരീടം, ദ ക്രൗൺ ഓഫ് മദർഹുഡ്. മാതൃത്വത്തിന് ലോകത്തിൽ ഒരു കിരീടം വെച്ചു കൊടുത്താൽ അത് ഈശ്വരാമയായിരിക്കും എന്നാണ് ഭഗവാൻ. എല്ലാ മെയ് 6-നും ഭഗവാൻ ദിവ്യ പ്രഭാഷണത്തിൽ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഈശ്വരാമയെ പറ്റി. 1983 ഭഗവാൻ പറഞ്ഞു, അമ്മയെ നല്ലായിരുന്നു വിളിക്കുന്നത്, വേറൊരു പേരായിരുന്നു വിളിക്കുന്നത്. ഭഗവാൻ ഗൃഹം അമ്മായി എന്നായിരുന്നു, അമ്മായി എന്നായിരുന്നു വിളിക്കുന്നത്, ഗൃഹം അമ്മായി. ഈ അമ്മ എങ്ങനെ അമ്മായിയായി എന്നുള്ളത് കഥകളുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവിടെ ആ ദേശാടനം സിനിമയിൽ കാണുന്ന ആ ഒരു രംഗം മനസ്സിൽ വരുമ്പോ കണ്ണുനീരോട് കൂടി അല്ലാതെ നമുക്കത് വായിക്കാനൊക്കില്ല. ശേഷമ്മരാജുവിന്റെ വീട്ടില് ഒരു മുറിയിൽ അവതാര പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് ആരോടും മിണ്ടാതെ ഒന്നും കഴിക്കാതെ സത്യൻ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടുമ്പോ അവസാനം പുട്ടപ്പുറത്തിയില് ആളിനെ വിട്ട് ഈശ്വരമ്മ വരും, അച്ഛനും അമ്മയും കൂടെ വരും. മകനെ തിരക്കി വൃണത ഹൃദയായിട്ട് ഇത്രമാത്രം ദുഃഖിച്ചിട്ടുള്ള ഒരു അമ്മ വേറെ ഉണ്ടാവില്ല. ഭഗവാന്റെ പ്രശസ്തി ലോകമെമ്പാടും പരക്കുമ്പോ ആ അമ്മയ്ക്ക് ഇങ്ങനെ വിഷമം കൂടി വരികയായിരുന്നു. സാറ് സൂചിപ്പിച്ചു, അമ്മ പോയിട്ട് 30 വർഷങ്ങൾക്ക് ശേഷവും 2001 പ്രഭാഷണത്തിൽ ഭഗവാൻ പറയാണ്, ഈശ്വരാമ എന്നെ കാണാൻ ഇപ്പോഴും വരും കേട്ടോ. ഈശ്വരാമ ആ സ്വാമിയുടെ മുറിയിൽ സത്യജിത്ത് ഉണ്ട്, ശ്രീനിവാസ് ഉണ്ട്. കുട്ടികളെ സ്വാമിയുടെ മുറി തന്നെ ഉറങ്ങുമല്ലോ. ആ ഭഗവാന് ഉറക്കമില്ല. അപ്പോ കുട്ടികൾ ഉറങ്ങുമ്പോ അവര് ആരോടോ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഉണർന്നു. 3 പേരും അവരെന്നോട് തിരക്കി, സ്വാമി ആരോടായി പാതിരാത്രിക്ക് സംസാരിക്കുന്നത് ചോദിക്കുമ്പോ ഭഗവാൻ പറയും, ഈശ്വരാമ്മ വന്നിരുന്നു. ആ പഴയ പോലെ ഉത്കണ്ഠയാണ്. സ്വാമിക്ക് എന്തെങ്കിലും പറ്റുമോ? സ്വാമി ശിവരാത്രി ദിവസം ഹിരണ്യഗർഭലിംഗം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ വെപ്രാളമൊക്കെ കണ്ട് ഈശ്വരാമ്മയ്ക്ക് സഹിച്ചില്ല. ഈശ്വരാമ്മ അവിടുന്ന് ആൾ കൊണ്ടത്തിൽ എഴുന്നേറ്റി എന്ന് സ്വാമിയോട് പറഞ്ഞെന്താണെന്നറിയാം, ശിവലിംഗം ഉത്ഭവം നടക്കാൻ പോവാം. ചെന്ന് പറഞ്ഞത്, എന്റെ പൊന്നു സ്വാമി നമുക്ക് അകത്ത് പോവാം, മതി ഈ കഷ്ടപ്പാടൊക്കെ, ഈ ലിംഗോത്ഭവം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ അമ്മയാണ്. ഭഗവാൻ പറയുക, എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിക്ക് ഒരു ബെൽറ്റ് വേണം. അവ സ്വാമി കുട്ടികളോട് ചോദിച്ചു, കുട്ടികൾ ഒരു ബെൽറ്റ് കൊണ്ടു കൊടുത്തു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിയുടെ സിൽക്ക് ധോത്തി അഴിഞ്ഞു പോവാതെ ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കണമെന്ന് സ്വാമിക്ക് തോന്നി. അതിന് ബെൽറ്റ് ചോദിച്ചു. കുട്ടികൾ കൊണ്ടു കൊടുത്ത ബെൽറ്റിന് ബക്കിൾ ഉണ്ടായിരുന്നു, അറിയാമോ, മുൻവശത്ത് തിളങ്ങുന്ന ബക്കിൾ. അപ്പൊ സ്വാമി പറയുന്നത്, ഞാൻ ഇതിനോട് പോയി കഴിഞ്ഞാൽ എന്റെ ഭക്തര് പറയും, സ്വാമി ഇതേ സ്വർണ്ണ ബക്കിലുള്ള ബെൽറ്റും കൊണ്ടാണ് നടക്കുന്നത്.
എന്ന് പറയും. അപ്പോ ഈ സ്വാമിയുടെ അങ്കിയുടെ മുകളിൽ കൂടി ബെൽറ്റ് കാണാത്ത രീതിയിലുള്ള ഒരു ബെൽറ്റ് വേണം സ്വാമിക്ക്. അത് കൊടുക്കാനാണ് ഈശ്വരാമ്മ വന്നത്. സ്വാമി ബെൽറ്റ് കാണിച്ചു കൊടുത്തത് ഈ ബെൽറ്റിന് ബക്കിളില്ല. ഇത് സമാധിക്ക് ശേഷം 30 കൊല്ലത്തിന് ശേഷം നടന്ന സംഭവമാണ്. 2001 ദിവ്യ പ്രഭാഷണത്തിൽ ഭഗവാൻ പറയാണ് 30 കൊല്ലമായി, പക്ഷെ ഇപ്പോഴും അമ്മായി എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഭഗവാൻ പറയാണ് പരമഭക്തയായിരുന്നു, വിനയത്തിന്റെ ആൾരൂപമായിരുന്നു, മാതൃത്വത്തിന്റെ കിരീടമായിരുന്നു, പരിശുദ്ധി സ്നേഹം എപ്പോഴും പ്രസരിപ്പിക്കുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് ഞാന് തെരഞ്ഞെടുത്തത് എന്ന് പറയുക. അപ്പൊ അവതാരത്തിന്റെ മാതാവാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് തന്നെയല്ല, എപ്പോഴും മറ്റുള്ളവരെ പറ്റിയുള്ള, കുട്ടികളെ പറ്റിയുള്ള, മുതിർന്നവരെ പറ്റിയുള്ള, സ്ത്രീകളെ പറ്റിയുള്ള, ഗർഭിണികളെ പറ്റിയുള്ള, ഗർഭിണികളൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലിൽ ഓടിച്ചെല്ലുമായിരുന്നതാണ് ഈശ്വരാമ്മ. ആ കയറ്റമൊക്കെ കയറി, അന്ന് നല്ല കയറ്റത്താണ്, അവിടെ ഇരിക്കുമെന്നാ പറയുന്നത് അവരുടെ കൂടെ ഹോസ്പിറ്റലില്. ഭഗവാൻ പറയുക, ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് നമുക്കൊക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ പുറമേ നമുക്ക് തോന്നും പരമഭക്തരാണെന്ന് തോന്നും. പക്ഷേ ഇത് അറിയുന്ന, തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട് എന്ന് ഭഗവാൻ പറയുക. ഏത് സമയത്താണ്? മരിക്കുന്ന സമയത്ത്. നമ്മുടെയൊക്കെ തനി സ്വരൂപം അപ്പോഴാണ് അറിയുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ പറയുക, മരണസമയത്ത് ഈ ആളിന് എന്ത് യോഗ്യതയുണ്ട്, എത്രമാത്രം ഭക്തിയുണ്ട് എന്ന് നന്നായിട്ട് അറിയാം. ഈശ്വരാമ്മ എത്രത്തോളം വലിയ വ്യക്തിയായിരുന്നു എന്ന് ആ മഹത്വം അറിയുന്നത് ആ മരണസമയം നോക്കിയാൽ മതി എന്ന് പറയുക. സ്വാമി പറയുക, വൃന്ദാവനിൽ വൈറ്റ്ഫീൽഡില് 1972 സമ്മർ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സമ്മർ കോഴ്സിന് വീണ്ടും വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ 6 മണിക്ക് കുട്ടികള് നഗരസങ്കീർത്തനത്തിന് പോയി. അവര് 7 മണിക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇഡലി കൊടുത്ത പോലെ അവര് തിരിച്ചു വരുമ്പോഴേക്ക് അവര് പോയിട്ട് തിരിച്ചു വന്നു. നഗരസങ്കീർത്തനത്തിന്റെ അവസാനം ഞാൻ അവർക്ക് ദർശനം കൊടുത്തു. ഈശ്വരാമ്മ അപ്പോഴേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് പതിവുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ട് അകത്തെ വരാന്തയിൽ താഴത്തെ നിലയിൽ ഇരിപ്പായി. അടുത്ത് മോളും ഉണ്ടായിരുന്നു, കൊച്ചുമോളും ഉണ്ടായിരുന്നു, വെങ്കമ്മ ഉണ്ടായിരുന്നു, അടുത്ത് ശൈലജയും ഉണ്ടായിരുന്നു, കൊച്ചുമകൾ. അപ്പൊ ഞാൻ കുളിക്കാൻ പോയി. ഭഗവാൻ പറയാണ്, ഞാന് മുകളിലത്തെ നിലയിലെ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോഴാണ് പെട്ടെന്ന് വിളി വരുന്നത്. ബാത്റൂമിനടുത്തേക്ക് ഓടി വന്ന് സ്വാമി സ്വാമി എന്ന് വിളിക്കാണ്. ഭഗവാന് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ പ്രതികരിച്ചു, വരുന്നു വരുന്നു എന്ന് സ്വാമി പറയാ. ഇത്രയും ഈ വിളി നടന്നതിനിടയിൽ ജീവൻ പോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് എല്ലാവർക്കും സാധ്യമല്ല. അവസാന സമയത്ത് ഈശ്വരനെ ഓർക്കുക, എന്നെ ഓർക്കുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്ന കാര്യമേ അല്ല എന്ന് ഭഗവാൻ തീർത്ത് പറയുന്നു. ആ ഭക്തിയൊക്കെ അന്നേരമാണ് എല്ലാവരുടെയും അറിയുന്നത്. അപ്പൊ ആ സമയത്ത് മകളെയും വിളിച്ചില്ല, വെങ്കമ്മയെയും വിളിച്ചില്ല, ശൈലജയും വിളിച്ചില്ല, സ്വാമി എന്നാണ് വിളിച്ചത്. അതാണ് ഈശ്വരാമ്മ എന്ന്. ആ മഹത്വത്തിന് വേറെ എന്ത് തെളിവ് വേണം എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഭഗവാന്റെ ഈശ്വരാമ്മ പ്രഭാഷണം 83 ഓരോ സംഭവങ്ങളും ഭഗവാൻ പറയുമ്പോ ഈ അമ്മ ആരായിരുന്നു എന്ന് നമ്മള് അതിശയിച്ചു. നമ്മുടെ കുട്ടികളൊക്കെ അമ്മയുടെ ജീവചരിത്രം നന്നായിട്ട് പഠിക്കണം. ഈശ്വരാമ്മ ദിനത്തിൽ തന്നെയല്ല, അല്ലാതെയുള്ള സമയത്തും ഭഗവാന് ഇതുപോലെ ആനന്ദം കൊടുക്കുന്ന വേറൊരു പരിപാടിയില്ല. ആ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം ഭഗവാൻ പറയുകയാണ്, വേറൊരു ഈശ്വരാമ്മ പ്രഭാഷണത്തിൽ ഭഗവാൻ പറയുക,
ഏറ്റവും അവസാനത്തെ, എനിക്ക് 10 മിനിറ്റ് സംസാരിക്കാൻ ഓർമ്മിപ്പിച്ചേക്കണേ. മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം സംസാരത്തിനിടയിൽ ഭഗവാൻ ചോദിക്കുന്നുണ്ട് അമ്മയോട്, അമ്മായി ഇനി വല്ല ആഗ്രഹമുണ്ടോ, ഇനി മനസ്സില് എന്തെങ്കിലും സാധിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈശ്വരാമ്മയുടെ മറുപടി, ഒന്നുമില്ല സ്വാമി. ഞാന് മുഴുവൻ ക്ഷേത്രങ്ങളും കണ്ടു കഴിഞ്ഞു. കാരണം ഭഗവാന്റെ കൂടെ പോവായിരുന്നല്ലോ ടൂറിനെ. കാണേണ്ട ക്ഷേത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ ക്ഷേത്രവും അതിലെ ഭഗവാനെയും ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തോ ആഗ്രഹമാണ് സാധിക്കാനുള്ളത്? ആ അമ്മയ്ക്ക് ഒരാഗ്രഹവും ഇല്ല എന്ന് പറയുമ്പോ ഭഗവാൻ പറയുക, ആ മനസ്സിന്റെ ആ ഉള്ളിന്റെ ഉള്ളിൽ ഒരാഗ്രഹം സാധിക്കാതെ ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചുമകൾക്ക് ഒരു ജന്മദിന സമ്മാനം മേടിച്ചു കൊടുക്കണം. ഇതായിരുന്നു ആഗ്രഹം. ഭഗവാൻ പറയുക, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യും? ഈശ്വരാമ്മയെ വിളിച്ചിട്ട് ഒരു 500 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് സ്വാമി പറയും, പോയിട്ട് ചന്തയിൽ പോയിട്ട് ഇഷ്ടമുള്ള സാധനം വാങ്ങി ആ ആഗ്രഹം കൂടി അങ്ങ് നിറവേറ്റുക എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നുണ്ട്. ഒരാളിനെ കൂടെ കൂട്ടിന് വിട്ടിട്ട് വളരെ സന്തോഷത്തോടെ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച്, കൊച്ചുമകൾക്ക് ഒരു ഗിഫ്റ്റും ഒക്കെ മേടിച്ച് ഈശ്വരാമ്മ തിരിച്ചു വന്നു. ഭഗവാന് യാത്ര അയക്കുന്നത് ഇങ്ങനെയാണ്. ആ മനസ്സിൽ ഒളിഞ്ഞു കിടന്ന അവസാനത്തെ ആഗ്രഹവും നിറവേറ്റി കൊടുത്തിട്ടാണ് ഭഗവാന് യാത്ര അയക്കുന്നത് ഈശ്വരാമ്മ. ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴും അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ആ സ്ഥാപനങ്ങള് വിദ്യ, വൈദ്യം, വെള്ളം, ഒന്നും ഗംഭീര പ്രൊജക്ടുകളായിട്ട് ഞാൻ ഇന്നലെ നോക്കുകയായിരുന്നു. ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസിന്റെ വെബ്സൈറ്റ്. അതില് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ചികിത്സിച്ച രോഗികളുടെ എണ്ണം. ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചു ചോദിച്ചു, തിരുവനന്തപുരത്ത് പോകുന്നത്, അമ്മായി അച്ഛന് ഹാർട്ടിന് പ്രശ്നമാണ് സാറേ, സാറിന് പരിചയക്കാർ വല്ലതും ഉണ്ടോ പുട്ടപ്പുറത്തേക്കും ഒന്ന് പോകാൻ വേണ്ടി സർജറി ഹാർട്ട് ഓപ്പറേഷൻ? ഞാൻ പറഞ്ഞു, അവിടെ ഒരു പരിചയക്കാരും വേണ്ട, അവിടെ റെക്കമെൻഡേഷൻ ഇല്ല. നിങ്ങളുടെ മെഡിക്കൽ റെക്കോർഡുമായിട്ട് ചെന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ വിളിക്കേണ്ട ഫോൺ നമ്പർ ഉണ്ട്, നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. രോഗികളുടെ എണ്ണം ഞാൻ കണ്ടത് പ്രശാന്തി നിലയത്തിലെ ആസ്പത്രിയിൽ, പ്രശാന്തി ഗ്രാം ആസ്പത്രിയിലെ ചികിത്സ തേടിയ രോഗികളുടെ എണ്ണം 25 ലക്ഷം കവിഞ്ഞു. 99 തന്നെ 1999. അപ്പൊ ഇപ്പൊ എത്രയായിട്ടുണ്ടാവും നോക്കുക. വൈറ്റ്ഫീൽഡ് ആസ്പത്രിയിലെ ന്യൂറോ സർജറികളുടെ എണ്ണം 40,000 അടുക്കുന്നു. 40,000 സർജറി എന്ന് പറഞ്ഞ, ന്യൂറോ സർജറി 40,000 എന്ന് പറഞ്ഞ ഗുണം ഇത്ര ലക്ഷം എന്ന് പറഞ്ഞിട്ട് അതിന്റെ മോണിറ്ററി വാല്യൂ, മണി വാല്യൂ എത്ര കോടി വരുമെന്ന് ആലോചിച്ചു നോക്കുക. അപ്പോ ഇത് ആ അമ്മയുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിട്ട് വന്നതാണ് എന്ന് നമ്മൾ അറിയണം. ഈ സ്ഥാപനങ്ങളൊക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ UGC ലോകത്തിന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചൂടാരത്നമായി എങ്ങനെയാ വിശേഷിപ്പിച്ചത്? UGC സ്വാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രത്നമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ലോകത്ത് ഒരിടത്തും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ സ്ഥാപനങ്ങളുടെ എല്ലാം പുറകില് അമ്മയുടെ ആഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ധരണിക്ക് ഭഗവാൻ പറഞ്ഞു, അമ്മയ്ക്ക് അറിയായിരുന്നു ഭഗവാനാണ് എന്നുള്ളത്. കൊണ്ടമ്മരാജുവിന്റെ മരണശേഷം വീട്ടിൽ താമസിക്കില്ലായിരുന്നു. ഈശ്വരാമ്മ താമസിക്കുന്നത് പ്രശാന്തി നിലയത്തിലായിരുന്നു. അവർ രാവിലെയും വൈകിട്ടും മോളിൽ പോയിട്ട് ഭഗവാനെ കാണും. അപ്പോ ഭഗവാൻ പറയാ, ഞാനൊരിക്കൽ ശിവന്റെ ദർശനം കൊടുത്തു. അത് കഴുത്തിൽ പാമ്പുമായിട്ട് തന്നെ ആ ദർശനം കൊടുക്കില്ലേ, അല്ലാതല്ല. അപ്പൊ പാമ്പിനെ എന്റെ കൂടെ കണ്ട് ഈശ്വരാമ്മ പേടിച്ചു പോയി.
ഈശ്വരാമൻ ചോദിക്കുന്നുണ്ട്, എന്താ സ്വാമി ഈ പാമ്പിനെയൊക്കെ ഈ കഴുത്തിലിട്ടുണ്ടോ, എന്തോ എന്തിനാ നടക്കുന്നത്, ഇതിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വാമി പറയുക, ഞാൻ നിഷ്കളങ്കത അഭിനയിച്ചിട്ട് പറഞ്ഞു, എവിടെ എന്റെ ദേഹത്ത് പാമ്പൊന്നും ഇല്ലല്ലോ. അത് നോക്കുമ്പോ പാമ്പൊന്നുമല്ല, പക്ഷേ മുറിയുടെ തറയിൽ കൂടി 5-6 പാമ്പൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈശ്വരാമ പറഞ്ഞു, ഇവിടെ ഈശ്വരാമ അവിടെ നിന്ന് മാറിപ്പോയി, പേടിച്ചു. ഇവിടെ ഈ മുറിക്കകത്ത് പാമ്പുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഒന്നുകൂടെ നോക്കിപ്പോ പാമ്പിനെ ഒന്നിനെയും കാണാനില്ല. അപ്പൊ ഈശ്വരാമ ക്ഷമ പറയും. അങ്ങനെയാണ് ഈശ്വരാമ ഭഗവാനോട് വന്ന് ഭഗവാനെ ബുദ്ധിമുട്ടിച്ചതില് വേറെ പെന്തപൊട്ടുവിനോട് പറയാണ്. പെന്തപൊട്ടു ഗാലി ശാരദാദേവി ഷിർഡി സായിയെയും പർത്തിസായിയെയും കണ്ട ആ പരമഭക്തയോട് ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു രഹസ്യം പറയാം. അത് പനി പിടിച്ചു കിടക്കുമ്പോഴാണ് വായിച്ചിട്ടുണ്ടാവും. അത് 4 ദിവസം പനി പിടിച്ച് ഒട്ടും വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞാനൊരു രഹസ്യം പറയാം, ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട്, എന്താണത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭഗവാൻ, നമ്മുടെ സ്വാമി ശരിക്കും ഈശ്വരനാണ്. ബന്ധപ്പെട്ട് ചിരിക്കും. അവർക്ക് നേരത്തെ ബോധ്യമായ കാര്യമാണല്ലോ. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ ഭഗവാൻ വന്നു. ഭഗവാൻ വന്നിട്ട്, അമ്മായി പനി എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പം പറയും, ദേഹം വേദനയാണ് സ്വാമി. ഈശ്വരാമ പറയുന്നത്, ഞാൻ കണ്ണു തുറന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ കാണുന്നത് കിരീടം വെച്ച് കോദണ്ഡം പിടിച്ചിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയാണ്. ബന്ധപ്പെട്ട് പറയുക, ഈ ഭാഗ്യം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോ രാമചന്ദ്ര ദർശനം ഞങ്ങൾക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുള്ളത് ഒരാളിന് മാത്രമേ ഉള്ളൂ, മാതാവിന്, ദിവ്യമാതാവ്. വിഭൂതിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് പഴയ സ്വാമിയായിട്ട് തന്നെ ശ്രീരാമചന്ദ്രന്റെ ദർശനമൊക്കെ പിൻവലിച്ചിട്ട് വിഭൂതി കൊടുത്തിട്ട് പറഞ്ഞു, എല്ലാം ശരിയാവും. ഈ മാതാവ് മാതൃത്വത്തിന്റെ കിരീടമാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മളത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എങ്ങനെയാണോ അത് അതേപടി കാത്തു സൂക്ഷിച്ച ഭഗവാൻ പറയാണ്, ഭർത്താവ് വരുമ്പോ ആ മുറിയിൽ പോലും നിൽക്കില്ല ഈശ്വരാമ. അത്രയ്ക്ക് സൈലന്റ് ആയിരുന്നു. അവര് അകത്തളങ്ങളിലേക്ക്, സ്വാമി ഇത് സ്വാമിയാണ്, എന്റെ പുത്രനാണ് എന്നൊന്നും ഒരിക്കൽ പോലും ഈശ്വരാമ്മ പറഞ്ഞിട്ടില്ല. വിനയത്തിന്റെ ആൾരൂപമായിരുന്നു ഈ അമ്മ. അപ്പോ നമ്മള് സ്ത്രീകൾ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ ഈശ്വരാമ്മയെ പോലെ ആവണം എന്നാണ് ഭഗവാൻ. ആ ഗുണങ്ങള് നമ്മൾ അനുകരിക്കണം. ഭഗവാൻ അതിന് വെച്ചിരിക്കുന്ന ദിവസമാണ് കുഞ്ഞുങ്ങളുടെ ദിവസം. ആ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹമായിരുന്നു. അവരുടെ കൂടെ ഒരു നേരങ്ങളിൽ കളിക്കുകയായിരുന്നു ഇഷ്ടവിനോദം കുട്ടികളുടെ കൂടെ. അത് ഏണിയും പാമ്പും കളി വരെ ഉണ്ടായിരുന്നാ പറയുന്നത് അവിടെ. അപ്പോ ആ ദിനം സമുചിതമായിട്ട് കൊണ്ടാടാൻ കഴിയട്ടെ. അപ്പൊ വരും വർഷങ്ങളിലെ ഭജനകളിൽ കുഞ്ഞുങ്ങൾ കേട്ടോ ശ്രദ്ധിച്ചോണേ, ഈശ്വരാമ്മ ഭജനയും ആ ഭജനയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. ഈശ്വരാമ്മയുടെ ചരിത്രം എല്ലാവരും പഠിക്കണം. ബാലവികാസ് പ്രോഗ്രാമുകളിൽ ക്യാമ്പിൽ ഉൾപ്പെടെ ഈശ്വരാമ്മ ക്വിസ് ഒക്കെ നടത്തണം. അതിന് പ്രൈസൊക്കെ വെക്കണം. കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വരാമ്മ ദിന സന്ദേശം എന്ന് പറയുന്നത് ഇതാണ്. ഈശ്വരാമ്മയെ പറ്റി പഠിക്കാന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. കാരണം ഈശ്വരാമ്മ ക്രൗൺ ഓഫ് മദർഹുഡാണ്, മാതൃത്വത്തിന്റെ കിരീടമാണ്. ആ അമ്മയെ അതുകൊണ്ടാണ്, ഈ ഗുണങ്ങൾ കൊണ്ടാണ് ഭഗവാൻ സ്വന്തം മാതാവായിട്ട് തരുന്നത്. അതോടുകൂടി എന്റെ വാക്കുകളെ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീ.